തുറവൂർ മുതൽ അരൂർ വരെയുള്ള 13 കിലോമീറ്ററിലാണ് ഉയരപ്പാത പണിയുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ. ഉയരപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ജോലികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 വർഷത്തിനിടെ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരപകടമെങ്കിലും ഉണ്ടാകും. നിർമ്മാണം ആരംഭിച്ചത് മുതൽ കഴിഞ്ഞ സെപ്റ്റംബർ വരെ 13 കിലോമീറ്ററിനുള്ളിൽ വിവിധ അപകടങ്ങളിൽ മരിച്ചവരാണിവർ. 43 പേർ. രാജ്യത്തെ ആകെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ രക്തസാക്ഷികളായവരെക്കാൾ ഇരട്ടിയിലധികം. റോഡിൽ യാത്ര അവസാനിപ്പിക്കാൻ വിധിക്കപ്പെട്ടവരിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, നവവധുവുമുണ്ട്. അവരുടെ ആദ്യം തന്നെ ഈ റോഡൊക്കെ ഒന്ന് റെഡിയാക്കാൻ പറ, എന്നിട്ട് ഈ പണി തുടങ്ങാൻ പറ. എത്ര ആൾക്കാരെ ജീവനം പോകുന്നത്, അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ. നിങ്ങൾ അധികാരികളെ എടുത്ത് പറഞ്ഞാലൊന്നും അവരൊന്നും അംഗീകരിക്കുന്നൊന്നുമില്ല. നടന്നു പോകുന്നവരും ഇരുചക്രവാഹന യാത്രക്കാരുമാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതാണ് അപകടത്തിൻ്റെ ഒരു കാരണം. റോഡിലെ കുഴികളും അമിത വേഗതയും അപകടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൈക്കിളിൽ പോകാനായിട്ട് ജീവൻ പണയം വെച്ച് വേണം പോകാൻ. ബാക്കിലും കണ്ണു വേണം, ഫ്രണ്ടിലും കണ്ണു വേണം. ഇപ്പോൾ കാൽനട യാത്രക്കാരെന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ അവരാണെന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവർ ചെയ്യുന്നില്ല. മാക്സിമം സ്പീഡിലാണ് അവർ പോകുന്നത്. ഹൈവേയുടെ നവീകരണ ജോലികൾ ആരംഭിച്ച ശേഷം ജില്ലയിൽ ആകെയുണ്ടായ അപകടങ്ങളിൽ മരിച്ചവരുടെ കണക്കെടുത്താൽ 3 അക്കം കടക്കും. പാടത്തിന് മഴ വീഴാതിരിക്കാൻ മനുഷ്യരെ ബലി കൊടുക്കുന്ന പ്രാകൃത ആചാരമുണ്ടായിരുന്നു പണ്ട് കുട്ടനാട്ടിൽ. അതിനെ അനുസ്മരിക്കുന്നതാണ് ദേശീയപാത നിർമ്മാണം. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.